നമസ്കാരം. കൊച്ചിയിൽ ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണ് വലിയ അപകടം. കോതമംഗലം അടിവാട് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീഴുകയായിരുന്നു. അപകടത്തിൽ 32ഓളം പേർക്ക് പരിക്കേറ്റെന്നാണ് മനസ്സിലാവുന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ആരുടെയും നില ഗുരുതരമാണെന്ന റിപ്പോർട്ടുകളില്ല. ഫുട്ബോൾ ടൂർണമെന്റിനായി കെട്ടിയ താൽക്കാലിക ഗാലറി ഒരു വശത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. 4000-ലധികം പേരാണ് മത്സരം കാണാനെത്തിയത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. മത്സരം തുടങ്ങുന്നതിന് മുൻപാണ് അപകടമുണ്ടായത്. അടിവാട് മാലിക് ദിനാർ സ്കൂൾ ഗ്രൗണ്ടിലാണ് അപകടമുണ്ടായത്. കളി തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുൻപായിരുന്നു അപകടം. ഹീറോ യങ്സ് എന്ന ക്ലബ്ബ് സംഘടിപ്പിച്ച ടൂർണമെന്റ് ആയിരുന്നു അപകടത്തിലേക്ക് നയിച്ചത്. ഇന്ന് മത്സരത്തിന്റെ ഫൈനൽ നടക്കവെയാണ് കവുങ്ങിന്റെ തടി കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ഗാലറി തകർന്നു വീഴുന്നത്. മത്സരം തുടങ്ങുന്നതിന് മുൻപ് വിജയികൾക്കുള്ള ട്രോഫിയുമായി സംഘാടകർ ഗ്രൗണ്ടിനകത്ത് വലം വയ്ക്കുന്നതിനിടെ അപകടമുണ്ടായി. 50 രൂപയോളം പ്രവേശന ടിക്കറ്റ് എടുത്താണ് കാണികൾ അകത്ത് കയറിയത്. എന്നാൽ ഇവർക്ക് വേണ്ടുന്ന യാതൊരു സുരക്ഷാ മാർഗങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. പരിക്കേറ്റ ആളുകളെ കോതമംഗലം, മൂവാറ്റുപുഴ പരിസരങ്ങളിലുള്ള ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. പരിക്കേറ്റ 22ഓളം പേരെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. 15 പേർ കോതമംഗലം ബെസേലിയസ് ആശുപത്രിയിലും 5 പേർ ധർമ്മഗിരി ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. 2 പേരെ വിദഗ്ധ ചികിത്സയ്ക്ക് ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പലരുടെയും കൈകാലുകൾ ഒടിയുക മാത്രമാണ്, ആർക്കും ജീവഹാനിയില്ല.